ബെഞ്ചാരയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓട്ടുരുളി എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞാനൊരു ഓട്ടുരുളി മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഒരു കറിയൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് വാങ്ങിയതാണ്. ഓട്ടുരുളി ആകുമ്പോൾ അടി പിടിക്കുമെന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വെക്കുന്ന കറിക്കൊക്കെ. പണ്ടുള്ള ആൾക്കാരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഓട്ടുരുളി. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പുതിയത് വാങ്ങിയതാണ്. ഇതിനെയും കഴുകിയെടുക്കണം. ഇത് എങ്ങനെയാണിത് മയക്കി എടുക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഞാനപ്പം പലരോടും ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഞാൻ യൂട്യൂബിലാണെങ്കിലും കയറി നോക്കിയിട്ടൊന്നും ഇതിനെക്കുറിച്ച് ആരും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ ഇന്നിപ്പം നമുക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഇത് എങ്ങനെയാണ് മയക്കി എടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഞാൻ ഈ ചെയ്യുന്ന രീതിയല്ല വേറെ ഏതെങ്കിലും രീതി ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളതിൻ്റെ ആ ഒരു രീതി ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തരണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഓട്ടുരുളി മയക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഓട്ടുരുളി, ഈ ഓട്ടുരുളി നമ്മൾ നല്ല രീതിയിൽ മയക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ്. നല്ല വെയിറ്റ് ഉണ്ട്, ഒരു 11 കിലോ ഉണ്ട് ഈ സാധനം. എങ്ങനെയുണ്ട്? ഇത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ മയക്കി എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ ഭംഗി. നമ്മളപ്പം ഈ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഇതിലൊഴിച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് 1-2 സ്റ്റെപ്പായിട്ട് 1-2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും എടുക്കും നമ്മളിത് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പാത്രം ഒന്ന് മയക്കി എടുക്കാനുള്ള പരിപാടികൾ കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. ഇത് നിറച്ചുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നാളത്തെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ മേടിച്ച് നമുക്കതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഇത് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിറച്ച് നമുക്ക് ഒഴിച്ച് വെക്കണം. 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം ഇതിലൊഴിച്ച് വെച്ച് നിറച്ച് അത് നല്ല ഇതായിട്ട് എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഓട്ടുരുളി മയക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ചാണകം നല്ലപോലെ കലക്കി നിറച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗങ്ങളിലും അത് തേച്ച് നല്ലപോലെ പിടിപ്പിക്കുക. ചുറ്റോട് ചുറ്റും തേച്ച് പിടിപ്പിക്കുക. ഇത് നല്ലപോലെ കുറുക്കി ഒരു 2 ദിവസം നമുക്കിത് വയ്ക്കാം. അതിന് ശേഷം കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാണകം ഇത് നിറച്ച് വെച്ചായിരുന്നല്ലോ. അതിന് ശേഷം ഞാനിത് ചാരമിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തു. ചാരമിട്ട് അകവും പുറവും എല്ലാം നല്ല രീതിയിൽ ഒരു 2 പ്രാവശ്യം ഒരു അരമണിക്കൂറോളം ഇരുന്ന് തേച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു പരുവമായി. അതിന് ശേഷമായിട്ട് ഞാൻ കുറച്ച് ഉപ്പും നമ്മുടെ വാളംപുളിയും കൂടി ഇട്ട് നമ്മൾ ഇതിനെ ഇത് ചെയ്തു നല്ലപോലെ കഴുകി. അത് ഒരു അരമണിക്കൂറോളം ഇരുന്ന് തേച്ച് വൃത്തിയാക്കി എടുത്തപ്പോൾ ഉള്ളൊരു കണ്ടീഷനാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ലതായിട്ട് കളറായിട്ടില്ല. ഇത് കുറേ കഴിഞ്ഞാലേ ഇത് നല്ല കളറായി കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇനി നമുക്കിത് ചെയ്യാൻ പോകുന്നത് ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് വെള്ളം നിറച്ച് തിളപ്പിക്കാം. ചെറിയ തീയിൽ നമുക്കത് തിളപ്പിച്ച് കുറച്ച് നേരം വയ്ക്കാം. നമ്മുടെ ഉരുളി നമ്മൾ വെള്ളം വെച്ച് ചെറു തീയിൽ നമ്മൾ പെതിയെ അത് തിളപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് പെതിയെ തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു അരമണിക്കൂറോളം ഇരുന്ന് തിളക്കട്ടെ. അത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് വാങ്ങാം. നമ്മുടെ ഉരുളി എങ്ങനെ മയക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു 2 ദിവസം വെച്ചു. അതിന് ശേഷമായിട്ട്
ചാണകം നമ്മളതിൻ്റെ അകത്ത് കലക്കി വെച്ചു. ഒരു രണ്ട് ദിവസം കൂടെ കലക്കി വെച്ചു. അതിന് ശേഷമായിട്ടാണ് നമ്മളത് നല്ലതുപോലെ ചാരമിട്ട് നല്ലപോലെ അത് കഴുകിയെടുത്തു. അതിന് ശേഷമായിട്ട് നമ്മൾ ഉപ്പും വാളംപുളിയും കൂടെ വെച്ച് നമ്മൾ നല്ലതുപോലെ അത് കഴുകിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു വെള്ളം വെച്ച് തിളപ്പിക്കുകയാണ്. ഒരു അരമണിക്കൂർ ചെറു തീയിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. നമുക്കിത് വിറകൊക്കെ നനഞ്ഞ് കിടന്നേ കൊണ്ട് ഭയങ്കര പുകയൊക്കെയാണ്. അപ്പം നല്ലതായിട്ടാവുന്നു. നല്ല കളറൊക്കെ ആവണമെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തേച്ച് അത് നല്ലപോലെ ഇത് നല്ല ക്ലിയറായിട്ട് ആ കളർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നോർമൽ കളറ് ഇങ്ങനെ അത് മേടിച്ച് കഴിയുമ്പോൾ ഉള്ളൊരു കളറ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതൊന്ന് തിളക്കട്ടെ. നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഉരുളിക്കകത്ത് വെള്ളം വെച്ച് നമ്മളൊരു അരമണിക്കൂർ മേളിൽ നമ്മൾ വെച്ച് കേട്ടോ. അതിന് ശേഷമായിട്ട് നമ്മളിനിയും ഈ വെള്ളം കോരി മാറ്റിയിട്ട് ഇത് എണ്ണ തേച്ച് വയ്ക്കാം. അടുത്ത നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഓട്ടുരുളി എങ്ങനെ മയക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പ്രൊസീജിയറാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നല്ലെണ്ണയുണ്ട്. നല്ലെണ്ണ മേടിച്ച്, നല്ലെണ്ണയാണ് ഇതിന് നല്ലത്. നല്ലതുപോലെ അത് പുരട്ടി നമുക്ക് വയ്ക്കാം. ഇതോടുകൂടി നമ്മുടെ ഉരുളി എങ്ങനെ മയക്കാം എന്നുള്ളതിൻ്റെ ഭാഗം തീരുവാണ്. നമുക്ക് എങ്ങനെയാണ് അത് എണ്ണ തേച്ചെടുക്കുന്നതെന്ന് നോക്കാം. നല്ലൊരു പണി തന്നെയാണ് ഇത്. പണ്ടത്തെ ആൾക്കാരാണ് ഇത് കൂടുതലും ഈ ഓട്ടുരുളി മയക്കും പരിപാടികളൊക്കെ അറിയാം. നമ്മുടെ തലമുറയിലൊന്നും ആരും ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണ്. ഞാനിതിൻ്റെ വീഡിയോ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് പലരെയും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വീട്ടിലാരെങ്കിലും പ്രായമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ചോദിച്ച് നിങ്ങളതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ ഓട്ടുരുളി. എങ്ങനെയുണ്ട്? നല്ല കളർ ആയിട്ടിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പം ഇത് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ കളറൊക്കെ വന്ന് നല്ല ഭംഗിയാവും. നിങ്ങൾ ഇതുപോലെ ഓട്ടുരുളി മേടിച്ച് കഴിയുമ്പം ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഓട്ടുരുളി എങ്ങനെ മയക്കിയെടുക്കാം അതാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.